ആസ്മ പ്രിവെൻഷന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ആസ്മ പ്രിവെൻഷന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ട്രിഗർ ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കോണ്ടാക്റ്റ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. രണ്ടാമത് നമുക്ക് അതിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്വാസനാളം അമിതമായിട്ട് ഒരു എക്സ്റ്റേണൽ ഒരു ട്രിഗർ ഏജന്റിന് അമിതമായിട്ട് പ്രതികരിക്കുമ്പോഴാണ് ആസ്മേൻ്റെ സിംറ്റംസ് ഉണ്ടാകുക. അപ്പം ഈ ഒരു കഴിവതും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഈ ഒരു അൺഅവോയ്ഡബിൾ ട്രിഗർ ഫാക്ടേഴ്സ് എസ്പെഷ്യലി നമുക്ക് അറ്റ്മോസ്ഫിയറിക് പൊള്ളൻസ് ഒക്കെ ആകുമ്പം നമുക്ക് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് എക്സ്പോഷർ ഉണ്ടായാലും നമുക്ക് സിംറ്റംസ് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് വഴി നമ്മുടെ ലങ് ഫങ്ഷൻസ് നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അത് സ്റ്റെബിലൈസ് ചെയ്ത് പോകാനും സാധിക്കും. എന്നുവെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് സിംറ്റംസ് വരുന്നവർക്ക് നമ്മുടെ ശ്വാസനാളം ഒരു ചുരുക്കം വരികയും ക്രമേണ അത് COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിലോട്ട് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സാരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഡിസീസ് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഡിസീസ് വേഴ്സൺ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് നമ്മളുടെ സിംറ്റംസ് പ്രോപ്പറായിട്ട് പറയുക, നമുക്ക് എപ്പോഴാണ് സിംറ്റംസ് അധികരിക്കുന്നതും നമ്മുടെ ട്രിഗർ ഫാക്ടേഴ്സൊക്കെ ഒന്ന് ഡോക്ടറോട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നമുക്കൊരു അലർജി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അലർജൻ എന്താണ് കോസ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് നമ്മളെ എയർവേ ഒബ്സ്ട്രക്ഷൻ എത്രത്തോളം ഉണ്ട്, നമുക്ക് ആസ്മ ആണോ എന്ന് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റാണ് സ്പൈറോമെട്രി. ആ സ്പൈറോമെട്രി ചെയ്ത് നമുക്ക് ആസ്മ സ്ഥിരീകരിക്കുക. അതിനുശേഷം നമുക്ക് അഡിക്വേറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ, ആസ്മയ്ക്ക് നമ്മൾ യൂഷ്വലി ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറ്. ഇൻഹേലർ മരുന്നുകൾ ഇപ്പം സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ശ്വാസകോശ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിന് നമുക്ക് ഇപ്പം കോവിഡ് അനന്തരം ഈ അലർജി ഡിസീസസ് എല്ലാം കൂടുന്നുണ്ട്. അപ്പം നമുക്ക് പണ്ടത്തെ ആൾക്കാർക്കൊരു ഭീതിയായിരുന്നു നമ്മളൊരു ഇൻഹേലർ പ്രിസ്ക്രൈബ് ചെയ്താൽ. ഇപ്പം ആ പ്രവണതയൊക്കെ മാറി. ആൾക്കാർക്ക് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും അറിയാം. അതുകൊണ്ട് കുറച്ചുകൂടെ ഈ മരുന്നിനുള്ള സ്വീകാര്യത കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പറയാം, എനിക്ക് ഈ ഇൻഹേലേഴ്സാണ് ഏറ്റവും നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കൂട്ടം ഡ്രഗ്സ്. ഇതിന് ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാന്ന്, വളരെ കുറഞ്ഞ രീതിയിൽ തീരെ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത് കണിക രൂപത്തിലുള്ള മരുന്നുകളാണ്. ഈ മരുന്നുകൾ നമ്മളെ ശ്വാസനാളത്തിൽ പോവുകയും നമുക്ക് സിസ്റ്റമിക് അബ്സോർഷൻ, ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർഷൻ നമുക്ക് ഗുളിക കഴിക്കുന്നതിനെയും നമുക്ക് ഇഞ്ചക്ഷൻസ് എടുക്കുന്നതിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പം താരതമ്യേന വളരെ വളരെ കുറവാണ് അതിൻ്റെ സിസ്റ്റമിക് അബ്സോർഷൻ. അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങളും കുറവാണ്. നമുക്ക് ഇൻഅഡ്വറൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ക്രമാതീതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏത് മരുന്നുകളെയും പോലെ തന്നെ അതിനും പാർശ്വഫലങ്ങളുണ്ട്. ഇത് പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും സേഫായിട്ടും നമുക്ക് ഏറ്റവും മാക്സിമം നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് ശ്വാസകോശ രോഗങ്ങൾക്ക് നല്ല ഇഫക്റ്റ് വരുന്ന ഒരു മരുന്നുകളാണ് ഇൻഹേലർ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് വ്യായാമം, സമീകൃത ആഹാരം, നമുക്ക് വാക്സിനേഷൻസ്, ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ശ്വാസകോശ രോഗങ്ങൾ വേഴ്സൺ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് അത് സ്റ്റെബിലൈസ് ചെയ്യാനും, നമുക്കൊരു സാധാരണയായിട്ട് നമുക്കൊരു അണുബാധ ഉണ്ടായിട്ടൊരു ഫ്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ആസ്മയും മറ്റ് അനുബന്ധ രോഗങ്ങളും ഒക്കെ നമുക്ക് വേഴ്സൺ ചെയ്യുന്നത്. അപ്പം ഇത് വേഴ്സൺ ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഫലപ്രദമായ മുൻകരുതലാണ് നമുക്ക് വാക്സിനേഷൻ. അപ്പം ഇത് നമുക്ക് കൊച്ചുകുട്ടികളിലായാലും അവരുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉള്ള ഒരു വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ.
അപ്പം വാക്സിനേഷൻ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഇത് ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് വർഷാവർഷം എടുക്കേണ്ട വാക്സിനാണ്. ശ്വാസകോശ ഇതുപോലെ രോഗങ്ങൾ, എസ്പെഷ്യലി ആസ്മ, അലർജി, COPD ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തിരിക്കേണ്ടതാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.